നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സേ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണപ്പെടുന്ന ചിത്രങ്ങളൊന്നും അല്ല യേശുവിൻ്റെ ചിത്രങ്ങൾ എന്നുള്ളതാണ്. അതിനായിട്ട് 3 ചിത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്ന 3 ചിത്രങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, യേശു ഒരിക്കലും ഒരു യൂറോപ്യൻ അല്ലായിരുന്നു, ഒരു വെള്ളക്കാരനായ ഒരു യൂറോപ്യൻ അല്ലായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളതാണ്. പിന്നെ യേശു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, യേശു ഒരു പഴയ ഇസ്രായേലി യഹൂദനായിരുന്നു. എബ്രായ നാട്ടിലുള്ള എബ്രായ ഭാഷ അഥവാ ഹീബ്രു ഭാഷ സംസാരിക്കുന്ന ഒരു സാധാരണ ഇസ്രായേലിയനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അസ്വാഭാവികമായിട്ട് ഒന്നും അദ്ദേഹത്തിൻ്റെ രൂപത്തിലില്ലായിരുന്നു എന്നാണ് ബൈബിളിൽ തന്നെ സൂചനയുള്ളത്. കാണാൻ പ്രത്യേകിച്ച് ആകർഷിക്കത്തക്ക ഒന്നും അദ്ദേഹത്തിലില്ലായിരുന്നു എന്നാണ്. ഒരു സാധാരണ ഒരു യഹൂദൻ. അപ്പോൾ അന്നത്തെ ജനങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുടെ ആ ഒരു തലയോട്ടിയുടെ സ്ട്രക്ചർ, അവരുടെ ആ ഒരു മുഖത്തിൻ്റെ ആ മുഖാസ്ഥിയുടെ ആ ഒരു സ്ട്രക്ചർ, ഇതെല്ലാം വച്ചിട്ടാണ് ഈ യേശുവിൻ്റെ ചിത്രങ്ങൾ വരച്ചെടുക്കുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രചോദനമാകുന്നത്. ഒന്നാമത്തെ ചിത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കൊല്ലങ്ങളായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ യേശുവിൻ്റെ ചിത്രം. അത് ഈ കാണിക്കുന്ന പ്രകാരമാണ്. അതായത് അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ആട്ടിടയന്മാരായ യഹൂദന്മാർക്കുണ്ടായിരുന്ന അതേ ഒരു സാമാന്യമായൊരു മുഖ സ്ട്രക്ചറാണ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കോഴ്സിൽ ഒരു വിദേശത്ത് നിന്നെത്തിയ ഭക്തന്മാർക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു ചിത്രമാണ്. അതും ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കണ്ടു. ആ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എത്രയോ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം എലോൺ മസ്ക്, ബുദ്ധിരാക്ഷസനായ എലോൺ മസ്ക് കണ്ടെത്തിയ യേശുവിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ചിത്രമാണ്. അദ്ദേഹവും ഇതുപോലെ പഴയ ആട്ടിടയന്മാരുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ പ്രത്യേകതകളൊക്കെ വെച്ച് മനസ്സിലാക്കി അദ്ദേഹം വരച്ചെടുത്ത ചിത്രമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ചിത്രങ്ങളൊന്ന് നോക്കുക. ശാസ്ത്രജ്ഞന്മാർ വരച്ചെടുത്തതും രണ്ടാമത് സത്യസായി ബാബ സൃഷ്ടിച്ചതുമായിട്ടുള്ള ചിത്രത്തിൽ അതിലെ തലയോട്ടിയുടെ സ്ട്രക്ചർ, ആ മുഖത്തിൻ്റെ ആ ഫ്രെയിം കണ്ട ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി ഇങ്ങനെ നക്ഷത്രാകൃതിയിലിരിക്കുന്ന ആ ഫേസ്, അലവൊക്കെ ഒട്ടിയിരിക്കുന്ന ആ ഒരു ഫ്രെയിം, അതൊക്കെ ഏതാണ്ട് ഒന്നുപോലെയാണ്. അപ്പോൾ ഭഗവാൻ സത്യസായി ബാബയുടെ ഡിവോട്ടിയാണെന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ആ സ്വാമി സൃഷ്ടിച്ച സത്യസായി ബാബ സൃഷ്ടിച്ച പടം തന്നെയാണ് യേശുവിൻ്റെ യഥാർത്ഥ ചിത്രമെന്നാണ്. കേട്ടോ. നമസ്കാരം.